സാഹിത്യ അക്കാദമിയിലെ വിവാദം പ്രേക്ഷകർക്കറിയാം. അതിന്ന് നിയമസഭയിലും എത്തിയിരുന്നു. UDF സർക്കാരിന്റെ കാലത്ത് ബോധേശ്വരന്റെ കവിത കേരള ഗാനമായി അംഗീകരിച്ചു എന്ന പ്രചാരണം തള്ളുകയാണ് മന്ത്രി സജി ചെറിയാൻ. കേരള ഗാനം കണ്ടെത്തുന്നതിന് പ്രത്യേക സമിതിയെ നിയോഗിച്ചിട്ടുണ്ടെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. കേരള ഗാനത്തെ ചൊല്ലി സാഹിത്യകാരന്മാർക്കിടയിലുണ്ടായ തർക്കം സഭയിൽ ചർച്ചയായി. ചോദ്യോത്തരവേളയിൽ കേരള ഗാനം വിവാദം നിയമസഭയിൽ ഉന്നയിച്ചത് N. ഷംസുദ്ദീൻ. കേരള ഗാനത്തെ ചൊല്ലി സാഹിത്യകാരന്മാരുടെ ഏറ്റുമുട്ടൽ നടന്നിട്ടില്ലെന്നും ഉണ്ടായത് അഭിപ്രായ പ്രകടനം മാത്രമെന്നും മന്ത്രി സജി ചെറിയാന്റെ മറുപടി. സാർ, ഈ ഏറ്റുമുട്ടലൊന്നും നടന്നിട്ടില്ല, അഭിപ്രായ പ്രകടനം മാത്രമേ ഉള്ളൂ. അതിലെ അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൻ്റെ സാംസ്കാരിക സാമൂഹിക തനിമ വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു കേരള ഗാനം തിരഞ്ഞെടുക്കുന്നതിനായി 6/7/2018 നമ്പർ 26/2018 പ്രകാരം സാഹിത്യകാരന്മാർ അടക്കമുള്ള ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിരുന്നു. ഈ സമിതി അനുയോജ്യമായ കേരള ഗാനം തെരഞ്ഞെടുക്കാനുള്ള ശ്രമം നടത്തി വരികയാണ്. കേരള ഗാനം UDFന്റെ കാലത്ത് അംഗീകരിച്ചിട്ടില്ല. 2014 ബോധേശ്വരന്റെ കവിത കേരള ഗാനമായി അംഗീകരിച്ചതായി നടക്കുന്ന പ്രചാരണം വസ്തുതാവിരുദ്ധം. 2014 ഒരു ഉത്തരവ് ഇപ്പോൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരള ഗാനം കഴിഞ്ഞ UDF ഗവൺമെന്റ് കാലത്ത് അംഗീകരിച്ചിരുന്നു എന്നൊരു വാദമുണ്ട്. അത് വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല. അങ്ങനെ കേരള ഗാനം UDFന്റെ കാലത്ത് അംഗീകരിച്ചിട്ടില്ല. ഒരു കവിത ബോധേശ്വരൻ രചിച്ച കേരള ഗാനം എന്ന കവിത സാംസ്കാരിക വകുപ്പിന്റെ ചടങ്ങുകളിൽ പാടുന്നതിന് വേണ്ടി മാത്രമാണ് അനുവാദം കൊടുത്തത്. ഇതാണ് അതിന്റെ വസ്തുത. 2018 ജൂലൈയിൽ കേരള ഗാനം തെരഞ്ഞെടുക്കാൻ സാഹിത്യകാരന്മാരെ ഉൾപ്പെടുത്തി സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു. അനുയോജ്യമായ കേരള ഗാനം തിരഞ്ഞെടുക്കാനുള്ള ശ്രമം ഈ സമിതി നടത്തിവരുന്നു. ശാശ്വതമായി നിലനിൽക്കുന്നതും കുറ്റമറ്റതുമായ കേരള ഗാനം കണ്ടെത്തുകയാണ് ലക്ഷ്യം. സമിതിയുടെ ശുപാർശ ലഭിക്കുന്ന മുറയ്ക്ക് സർക്കാർ പരിശോധിച്ച് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും സജി ചെറിയാൻ വ്യക്തമാക്കി. 24 തിരുവനന്തപുരം.